നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഈസി ആയിട്ട് ബാച്ചുലേഴ്സിന് ഫോളോ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫിഷ് കറിയും അതിൻ്റെ കൂടെ ക്യാബേജ് കറിയും കൂടി അതിൻ്റെ കൂടെ ക്യാബേജ് പൊടിക്കറിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് നെത്തോലി ഫിഷാണ് കേട്ടോ. ആദ്യം നെത്തോലി ഫിഷ് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരുന്നുണ്ട്. നെത്തോലി ഫിഷ് ഞാൻ ആദ്യമായിട്ടാണ് ചാറുണ്ടാക്കുന്നത്. മുമ്പൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നെത്തോലിന്റെ ചാർ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ദിവസം എനിക്കൊക്കെ ഭയങ്കര നല്ല കോമ്പിനേഷൻ. ചാറുണ്ടാക്കാൻ മസാലക്ക് വേണ്ടി ഇവിടെ 1/2 കപ്പ് തേങ്ങ, കുറച്ച് ഓണിയൻ ആഡ് ചെയ്തു, 1 ടേബിൾ സ്പൂൺ കോറിയൻഡർ പൗഡർ, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ടർമറിക് പൗഡർ ആൻഡ് വാട്ടർ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കും. ഈ പേസ്റ്റ് നന്നായിട്ട് ഫൈനായിട്ട് പേസ്റ്റ് ആവണം. തരി ഉണ്ടെങ്കിൽ മീൻ കറി ടേസ്റ്റ് ആവില്ല. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടിയാൽ മതി. ഇനി ഒരു സൈഡിൽ നമുക്ക് കറി ഉണ്ടാക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ഉലുവ ആഡ് ചെയ്തിട്ട് ഒന്ന് ബ്രൗൺ കളർ വരുന്ന വരെ ഇങ്ങനെ വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു മസാല ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സി ജാറിൽ ബാക്കിയായിട്ടുള്ള ആ പേസ്റ്റിന് 1 ഗ്ലാസ് വാട്ടർ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എഗെയിൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ടത് സോൾട്ട് ആണ്. സോൾട്ട് ഒന്ന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ്സ് ഇതൊന്ന് നമ്മൾ ബോയിൽ ആക്കാൻ വെക്കാം. കുറച്ച് ഞാനിവിടെ കറിവേപ്പിലും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യെസ്, ഇതിപ്പോൾ ബോയിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ ആണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജിഞ്ചർ ആണ്. പിന്നെ ടൊമാറ്റോ, പച്ചമുളക്. ഞാൻ ഇവിടെ 2 ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഫിഷ് കറിയിൽ ടൊമാറ്റോന്റെ പുളി ഭയങ്കര ടേസ്റ്റ് ആൻഡ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പുളി ആഡ് ചെയ്യാതെ ടൊമാറ്റോന്റെ പുളിയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ഓണിയൻ ആൻഡ് തക്കാളി വെന്ത് വരുമ്പോൾ നമുക്കിന്ന് നത്തോലി ഫിഷ് ഒന്ന് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് 2 മിനിറ്റ്സിൽ തന്നെ നത്തോലി ഫിഷ് വേയും. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 6 അവർ കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഫിഷ് കറി കഴിക്കേണ്ടത്. അതുവരെ അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. രാത്രി ഉണ്ടാക്കിയ ഫിഷ് കറി അത്താഴത്തിന് എടുത്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. ക്യാബേജ് പൊടിക്കറി ഉണ്ടാക്കാം. 2 ടേബിൾ സ്പൂൺ കോക്കോനട്ട് ഓയിൽ, പിന്നെ കട്ട് ചെയ്തിട്ടുള്ള ഓണിയൻ, തക്കാളി ആൻഡ് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഒരു സൈഡിൽ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ക്യാബേജും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് സോൾട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാബേജ് പൊടിക്കറിൽ ഒരു ഹൈലൈറ്റ് ആയിട്ട് ടേസ്റ്റി ആവണമെങ്കിൽ കുറച്ച് നമ്മൾ തേങ്ങ ചെറുകിയതും ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് ഒട്ടും വാട്ടർ ആഡ് ചെയ്യാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിപ്പിച്ചെടുത്താൽ മതി. 10 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ക്യാബേജ് പൊടിക്കറി റെഡിയാവും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസിൽ അതും ക്യാബേജ് പൊടിക്കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഒരു സൈഡിൽ ഞാൻ ഗീ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ക്യാബേജ് പൊടിക്കറി ഉണ്ടാക്കുന്നത് ഞാൻ അത്താഴത്തിനാണ് കേട്ടോ. ഞാൻ ഇവിടെ 1 കപ്പ് ചോറെടുത്ത് ഇതിലേക്ക് രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നത്തോലി ഫിഷ് കറി എടുത്ത് കൊടുത്തു. പിന്നെ ചോറിന്റെ കൂടെ എനിക്ക് കൂടുതലായിട്ട് വേണ്ടത് വെജിറ്റബിൾസ് കറിയാണ്. ഇന്ന് അത്താഴത്തിന് ഞാൻ കഴിക്കുന്നത് 1 കപ്പ് ഗീ റൈസ് ആൻഡ് നത്തോലി, രാത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നത്തോലി ഫിഷ് കറി, പിന്നെ ക്യാബേജ് പൊടിക്കറി. ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കുമ്പോഴുണ്ടല്ലോ അതൊരു പറഞ്ഞ് അരിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ്. ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. Thank you.